ഓരോരുത്തർക്കും അതിൻ്റെതായ സമയമുണ്ട്. ഗുഡ് തിങ്സ് ടേക്ക് ടൈം. എക്സാം കഴിഞ്ഞ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ വന്നു. ആ ഒരു ഫീലാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജിൽ കയറണം എന്നുള്ള ഒരു എയിം ആയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഈ ഒരു 5 മാസം നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വിചാരിച്ച ഒരു മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റും. ഹലോ, ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നീറ്റ് ആസ്പിറൻസ്, വെൽക്കം ടു DNA ലേണിംഗ്. ദിസ് ഇസ് അഫ്ര മുജീബ്, യുവർ മെഡിക്കോ മെന്റർ. അപ്പോൾ ഇന്ന് ശരിക്കും സ്ട്രാറ്റജി വീഡിയോ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ കാണുന്ന കൂടുതൽ നീറ്റ് ആസ്പിറൻസ് റിപ്പീറ്റേഴ്സ് ആവാം, റിപ്പീറ്റേഴ്സ് ആവാം, സൂപ്പർ റിപ്പീറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തുന്ന ആൾക്കാരോ ആവാം. ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തുന്ന ആൾക്കാർ ഫസ്റ്റ് ടൈം ആയിരിക്കും നീറ്റ് എക്സാമിനെ കുറിച്ച് അറിയുന്നത്. അതിൻ്റെ ആ ഒരു പ്രഷറും സ്ട്രെസ്സൊന്നും അവർക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അത്ര ഫീൽ ഉണ്ടാവില്ല. മീൻസ് എക്സാം എഴുതാൻ പോകുന്ന ടൈമിൽ പ്ലസ് 2 പഠിച്ചു, അതിന് കൂടെ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി കൂളായിരിക്കും അവർ എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിനാണ് കേട്ടോ. റിപ്പീറ്റേഴ്സ് ആകുമ്പോഴും നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, ഇനി ഈ വരാൻ പോകുന്ന എക്സാമിൽ നിങ്ങൾ ഹൈലി ക്വാളിഫൈ ചെയ്യും, അല്ലെങ്കിൽ നീറ്റ് നല്ല മാർക്കോടെ ക്രാക്ക് ചെയ്യുന്നൊക്കെ. ഈ റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനും പ്രത്യേകത, ഞാൻ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യുകയൊന്നും ചെയ്യല്ല കേട്ടോ. പക്ഷേ ഈ റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനും പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങളുടെ ചുറ്റും കുറേ ആൾക്കാർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങളിൽ നിന്ന് ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കുള്ളിലൊരു കുട്ടി ആഗ്രഹമുണ്ട്. മീൻസ് നിങ്ങൾക്ക് ഡോക്ടറായി നല്ല രീതിയിൽ എത്തണം, അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് പല സ്പെഷ്യാലിറ്റീസ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് കുട്ടിയാവുമ്പോൾ മുതലുണ്ടാവും ഉള്ളിൽ. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ നീറ്റ് എഴുതാൻ പോകുന്നുണ്ടാവുക ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അത് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റ് ആവുന്ന സമയത്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുക, ഓക്കെ ഇങ്ങനെ പഠിച്ചാൽ പോരാ, നല്ലോണം പഠിക്കണം. നിങ്ങൾ വീണ്ടും പഠിച്ചു, എക്സാം എഴുതി. പക്ഷേ ആ എക്സാം എഴുതുന്ന ഏതോ സമയത്ത് പറ്റുന്ന ചെറിയ തെറ്റുകൾ കാരണം, എല്ലാ സമയത്ത് നിങ്ങൾ സ്ട്രെസ് അടിച്ചതുകൊണ്ടാണോ ടെൻഷൻ അടിച്ചതുകൊണ്ടായിരിക്കാം നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ വീണ്ടും ഇതിനിറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. എടാ നിങ്ങൾ അടിപൊളിയാണ്. മീൻസ് അങ്ങനത്തെ ആൾക്കാരെന്ന് പറഞ്ഞാലല്ലേ. ഇപ്പം എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ, ഞാൻ റിപ്പീറ്റ് കഴിഞ്ഞ ടൈമിൽ എക്സാം കഴിഞ്ഞ് നീറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. എക്സാം കഴിഞ്ഞ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ വന്നു. ആ ഒരു ഫീലാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് പോയി ഞാൻ അന്ന് വിചാരിച്ചോ, ഇനി കിട്ടുന്നത് എന്തിനും പോവാം, BDS ആണെങ്കിൽ BDS, അല്ലെങ്കിൽ ഹോമിയോ ആണെങ്കിൽ ഹോമിയോ, ആയുർവേദം, ഈവൻ ഫോറസ്ട്രി വരെ എടുക്കാന്നുള്ള ലെവലിലേക്ക് ഞാൻ എൻ്റെ മനസ്സെത്തിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് അതൊക്കെയായിരുന്നു തോന്നിയിരുന്നത്. പക്ഷെ നീറ്റിൻ്റെ റിസൾട്ട് വന്ന ടൈമിൽ എനിക്കൊരു 555 എന്നുള്ളൊരു സ്കോർ വന്നപ്പോൾ ഐ വാസ് ലൈക്ക്, ഓക്കെ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു ഫീൽ വന്നു. പേരൻസ് വർ സപ്പോർട്ടീവ് ഒബ്വിയസ്ലി. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു റിപ്പീറ്റ് എന്നുള്ളൊരു സംഭവത്തിന് പോയത്. പക്ഷെ റിപ്പീറ്റ് എന്ന് പറഞ്ഞ് പോകുന്ന ടൈമിൽ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാലും നിങ്ങളെ തളർത്താൻ ഒരു 100 ആൾക്കാരുണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ഓരോരുത്തർ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റിപ്പീറ്റ്, ഓ എന്തേ ഫസ്റ്റിൽ കിട്ടിയില്ലേ, സെക്കൻഡിൽ കിട്ടിയില്ലേ. ഈ പറയുന്ന ആൾക്കാരെ മക്കൾ ഇതിന് പോലും ശ്രമിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പറയുന്ന ആൾക്കാർക്ക് ഇത് എന്താന്ന് പോലും അറിയുന്നുണ്ടാവില്ല. നീറ്റ് എന്താണ്, അല്ലെങ്കിൽ നീറ്റ് എഴുതി കഴിഞ്ഞിട്ട് എന്താണെന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അവരുടെ ജസ്റ്റ് എയിം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി അതിനെ തളർത്തുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പേരൻസ് നമ്മൾ മിണ്ടുന്നുണ്ടല്ല, അവർക്ക് കിട്ടിയിട്ടില്ല, ഒന്നും കൂടെ എഴുതാൻ പോയി എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പം നമ്മളൊരു റിപ്പീറ്ററാണ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റാണെങ്കിൽ നിങ്ങളെ ചുറ്റും കുറേ പ്രഷർ ഉണ്ടാവും. നിങ്ങളെ തന്നെ വേറെയുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നും. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ്. അതാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ യുണീക്കായിട്ടുള്ള കഴിവുകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ യുണീക്ക് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ഉണ്ട്. അത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷെ നല്ല മാർക്ക് കിട്ടും. അവരെക്കാളും നിങ്ങൾ ആരെ വെച്ചാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്, അയാളെക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും. എല്ലപ്പോഴും നമ്മൾ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും നമ്മുടെ പേരൻസ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിട്ടായിരിക്കും നമ്മുടെ പേരൻസ് നമ്മളെ കമ്പയർ ചെയ്യുക. ഇനിയിപ്പോൾ ഈ റിപ്പീറ്റിൻ്റെ കേസ് അല്ലെങ്കിൽ റിപ്പീറ്റിൻ്റെ കേസ് ആണെങ്കിൽ നമ്മളോട് കമ്പയർ ചെയ്യുന്നു, പേരൻസ് കമ്പയർ ചെയ്യും, നാട്ടുകാർ കമ്പയർ ചെയ്യും. അവരെ മോൾക്ക് നേരത്തെ കിട്ടിയല്ലോ, അവരെ മോൾ +2 കൂടെ എഴുതിയെടുത്ത് കിട്ടി, അല്ലെങ്കിൽ റിപ്പീറ്റിൻ്റെ കൂടെ കിട്ടി, അല്ലെങ്കിൽ ഓരൊക്കെ വേഗം കയറിയല്ലോ, നീ എന്തത്ര ടൈം എടുക്കുന്നതെന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിനെ കുറിച്ചൊരു വിവരം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓരോരുത്തർക്കും അതിൻ്റെതായ സമയമുണ്ട്. ഗുഡ് തിങ്സ് ടേക്ക് ടൈം. മീൻസ് നിങ്ങളുടെ ടൈം എപ്പോഴാണോ ആവുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ചൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്വന്തം മാർക്കിനെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മാർക്കിനോടോ നെയ്ബേഴ്സിൻ്റെ മാർക്കിനോടോ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കൂടെ +2 10ാം ക്ലാസ് പഠിച്ച ആൾക്കാരൊക്കെ 3rd ഇയർ 4th ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും. അവരെ മാർക്ക് വെച്ചാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാണ്ടാക്കാണ്. മീൻസ് താഴ്ത്താണ് ചെയ്യേണ്ടത്. പഠിക്കേണ്ട സമയത്ത് ഇപ്പം എന്തായാലും പഠിക്കണം. ഒരു പക്ഷെ നിങ്ങൾ പഠിത്തം കൊണ്ടായിരിക്കില്ല നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടത്, പക്ഷെ നിങ്ങൾ ഡൗൺ ആവാതെ നോക്കണം.
നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം തരുമ്പോൾ നിങ്ങൾ നല്ലോണം പഠിക്കും വേണം. ഇനിയുള്ളൊരു 5 മാസം നിങ്ങൾക്ക് നീറ്റിനുള്ളത്. അപ്പോൾ ഈ 5 മാസത്തിനുള്ളിൽ നല്ല രീതിക്ക് പഠിക്കാം, നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നോക്കുക. അവരെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജിൽ കയറണം എന്നുള്ളൊരു എയിം ആയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അല്ലാതെ അവർക്ക് കിട്ടി, ഇനിയിപ്പോൾ എനിക്ക് കിട്ടുമോ, എനിക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളൊരു സംഭവം അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് റിസോഴ്സിന് കുറവുണ്ടോ? നീറ്റിൻ്റെ കുറിച്ചുള്ള റിസോഴ്സിന് മോട്ടിവേഷൻ, നീറ്റിൻ്റെ മോട്ടിവേഷൻ യൂട്യൂബ് തുറന്നാൽ നീറ്റിൻ്റെ മോട്ടിവേഷൻ അല്ലേ. ക്ലാസ്സസ് കുറവുണ്ടോ? DNA ലേണിംഗിൽ തന്നെ കുറേ ക്ലാസ്സസ് അവൈലബിൾ ആണ്. കുറേ ഫുൾ ക്ലാസ്സസ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, മെൻറ്റർഷിപ്പ് ഉണ്ട്, എല്ലാം തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. നമ്മളെപ്പോഴും നമുക്കൊരു ഡ്രീം ഉണ്ടാവും, ഗോൾ ഉണ്ടാവും, പക്ഷെ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ല. ഈവൻ എനിക്ക് പോലും മടിയായിരുന്നു ഒരു കാലത്ത്. എൻ്റെ മടി എന്ന് ഞാൻ മാറ്റിയോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ അന്നാണ് ഞാൻ വിജയിച്ചത്. ശരിക്കും പറയാലോ, എൻ്റെ മടി ഞാൻ എന്ന് മാറ്റിയെടുത്തോ, അത് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് എൻ്റെ മടിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തപ്പോഴാണ് എനിക്ക് നീറ്റ് കിട്ടിയത്. ആ ഒരു പവർഫുൾ ആയിട്ടുള്ള, നമ്മൾ തന്നെ ഒരു പവർഫുൾ ആയിരിക്കും, മീൻസ് നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്, അതിനെങ്ങനെ വലുതാക്കി എടുത്ത് ആ ഒരു നമ്മൾ വിചാരിച്ചൊരു ഗോളിൽ വരെ എത്തിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സ്വന്തം തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. കുറേ പേര് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത്, അവിടുന്ന് മോട്ടിവേഷൻ, ഇവിടുന്ന് മോട്ടിവേഷൻ, കുറേ ആൾക്കാർ ഇങ്ങനെ മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ എന്നാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആവണം, നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ സ്ട്രെസ് എന്നാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അന്നാണ് നിങ്ങൾ വിൻ ചെയ്യാൻ പോണത്. ഈ വീഡിയോ ശരിക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനുമാണ്. നിങ്ങളുടെ ലൈഫ് ഇവിടെ തീരാൻ പോകുന്നില്ല, നിങ്ങളുടെ ലൈഫ് ഇവിടെ തീരുമില്ല. ഈവൻ MBBS കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്നും ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞാൽ ഇനി കുറേ പഠിക്കാനൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഒരു സമയം, ഈ ഒരു 5 മാസം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കണം. നിങ്ങൾ എന്തായാലും ഇറങ്ങി ഇനിയുള്ള ഒരു 5 മാസം കൂടി നീറ്റിന് വേണ്ടിയിട്ടുള്ള ഈ 5 മാസം നിങ്ങൾ വൃത്തിക്ക് റിവിഷൻ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, അതിനെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതുക, നെഗറ്റീവ്സ് കുറയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ. ഈ ഒരു 5 മാസം നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വിചാരിച്ച ഒരു മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റും. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ മടി നിങ്ങൾ മാറ്റി വെക്കാൻ നോക്കണം. നിങ്ങൾ ബാക്കിയുള്ളവരിൽ നിങ്ങൾ കമ്പയർ ചെയ്യാതെ നോക്കുക. എനിക്ക് പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കും. ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന സമയത്ത് കേട്ടോ, അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട്, ഞാൻ അവരത്ര നേരം ഇരുന്ന് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ കുറേ സമയം പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഒരു എക്സാം നടത്തിയ ടൈമിൽ അവർക്ക് എന്നെക്കാളും മാർക്ക് കുറവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടൈമാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞാനൊരു പക്ഷേ 2-3-4 മണിക്കൂറൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, പക്ഷെ 4 മണിക്കൂർ ഞാൻ നല്ലോണം ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത്. അതാണ് ശരിക്കും വേണ്ടത്. മീൻസ് നിങ്ങൾ എത്ര ടൈം 10 മണിക്കൂർ പഠിക്കുന്നുണ്ടാവും, ചിലർ 5 മണിക്കൂർ പഠിക്കുന്നുണ്ടാവും, 6 മണിക്കൂർ പഠിക്കുന്നത്, അതിനൊന്നും നല്ല കാര്യം. നിങ്ങൾ എത്ര ടൈമാണോ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്, ആ സമയം നിങ്ങൾക്ക് എഫക്റ്റീവ് ടൈമാണോ, ഓക്കെ, ദാറ്റ്സ് ഗുഡ്. മീൻസ് അതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കയറുന്നുണ്ടോ, അതാണ് നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ മെത്തഡും ഡിഫറെൻ്റ് ആയിരിക്കും. നെവർ കമ്പയർ യുവർ സെൽഫ്, ഓക്കെ. വേറെ ആരായിട്ട് കമ്പയർ ചെയ്യരുത്. ഈ റിപ്പീറ്റേഴ്സിനും ചിലപ്പോൾ ഒരു പക്ഷേ ഈ ടെൻഷനൊന്നും കയറാനുള്ള സമയത്തുണ്ടാവില്ല. നിങ്ങളിങ്ങനെ പഠിച്ചു പോകുന്നുണ്ടാവും, നിങ്ങൾക്ക് ഓൾറെഡി സ്കോർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾ സ്കോർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളെ മാർക്കൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി നോക്കണം. റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ഈ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എന്തായാലും കിട്ടും. അത് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ തന്നെ തേടി വരും അത്. അപ്പം അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓൾ ദ ബെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ മതി, നമ്മൾ DNA ലേണിംഗിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഗുഡ് തിങ്സ് ടേക്ക് ടൈം. ബൈ.